രാവിലെ നേരത്തെ എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞത് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അമ്മ ചായക്ക് ചപ്പാത്തിയും നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ ചീഞ്ചട്ടി തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടു. വേറെ ഒന്നും അല്ലാട്ടോ, നമ്മുടെ കൂർക്കുപ്പേരിയാണ്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ അവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റാണ് കൂർക്ക. ഇപ്പം അമ്മ കൂർക്ക പണിക്ക് പോണ കാരണം തന്നെ ഇത് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും ചെയ്യും. അപ്പം ഞാൻ കൂർക്കുപ്പേരിയും കഞ്ഞിയും കൂടിയിട്ട് കുടിച്ചു കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അടിപൊളി ടോപ്പാണ് കേട്ടോ. കുഞ്ഞ മക്കളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാവും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ കിട്ടിയിച്ചെങ്കിൽ ഇവിടെ മുകളിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇടാനും ഭയങ്കര സുഖമാണ്. ഞാൻ അങ്ങനെ തടി വെച്ച കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പൊന്നും ഇടാറേ ഇല്ല. പക്ഷെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ ഞാൻ വെറുതെ തേരാപ്പാര നടന്നു. അത് കണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. ഇത് ഉമ്മർത്തിരുന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന കണ്ട് വെറുതെ ഇങ്ങനെ വായി നോക്കിയിരിക്കും കേട്ടോ. പണ്ടൊക്കെ ആപ്പിൾ കഴിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം ഫുള്ളെടുത്താൽ കഴുകിയിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കുക ചെയ്യുക. ഇപ്പം ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ളെടുത്ത് നടുക്ക് മുറിച്ച് അതിലത്തെ കുരും അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടോ ഇപ്പോഴും കഴിക്കാറ്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ പോണിട്ടയിൽ കിട്ടണത്. അതുകൊണ്ട് തന്നെ മുടിയമൊക്കെ ഇടുക്കൽ കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചനെ കാത്തിട്ടാട്ടോ നിൽക്കുന്നത്. അച്ഛനോട് ഞാൻ പൊറോട്ട വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചൻ വരേണ്ടത് നോക്കി ഇങ്ങനെ ഉമ്മർത്തിരിക്കട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അച്ഛൻ എത്തിയിട്ടോ. ഇപ്പം എൻ്റെ തേജാപ്പി ഉണ്ടെങ്കിൽ തേജാപ്പി ആദ്യം ഓടിയിട്ടുണ്ടാവും അച്ഛൻ്റെ നിന്ന് കവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇതേ അച്ഛനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ വന്നു. അമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കാണ്ടോ അച്ഛൻ കൊടുന്നുണ്ടോ ഇല്ലയോ എന്ന്. കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരും. അങ്ങനെ ഇത് നമ്മുടെ പൊറോട്ടയും ബീഫും കൂടി ഉണ്ട്. പക്ഷെ ഇത് കഴിക്കാൻ നിൽക്കുന്ന സമയത്താണ് ആപ്പിൾ നേരത്തെ കഴിച്ചില്ല. അതൊക്കെ നൈസ് പണി തന്നു കേട്ടോ. അത് ഞാൻ പറയാം. പിന്നെ ഇതാ ഞാൻ വേഗം ചായയും കൂടി വെക്കാൻ വിചാരിച്ച് ചേരൊക്കെ ഇട്ടിട്ട് ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. പിന്നെ നടന്നതൊന്നും പറയണ്ട. ആപ്പിൾ കഴിച്ചത് കംപ്ലീറ്റ് ഞാൻ ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി ചോരടക്കം വന്നു. തൊണ്ട ആകെ മുറിഞ്ഞ് ആകെ വേദനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ പൊറാട്ടയും ചായയൊക്കെ ഞാൻ സൈഡാക്കി മാറ്റി വെച്ചു. പിന്നെ ഒരു വിക്സ് മിഠായി എടുത്ത് കഴിച്ചു കേട്ടോ. എന്നാലും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണിയാകുമ്പോൾ കൊണ്ടുവന്ന സംഭവം ഞാൻ കഴിക്കണത് 8 മണിയായിട്ടാട്ടോ. അതുവരെ എനിക്ക് തൊണ്ട വേദനിച്ചിട്ട് ഭയങ്കര ഇടങ്ങേറായിരുന്നു. എന്നാലും ഇപ്പോഴും നന്നായിട്ട് തൊണ്ട വേദനിക്കുന്നുണ്ട്. എന്നാലും ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാനുണ്ടോ. എനിക്ക് നല്ല പേടിയുണ്ട് കഴിക്കുമ്പോൾ. കാരണം കുമിനീര് പോലും ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല വേദനയായിരുന്നു. എന്നാലും ഞാൻ ഇതെൻ്റെ ഒരു ക്രേവിങ്സിന് ഞാനിരുന്നത് പതുക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തൊണ്ട അങ്ങനെ ചുട്ട് നീറിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഈ ബീഫ് കറിയുടെ എരിയൊക്കെ തട്ടുമ്പോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞ എരി കഴിച്ചാൽ പിന്നെ നാളത്തേക്ക് വേഗം മാറുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ അമ്മയുടെ കുക്കുംബർ തണ്ണിമത്തൻ തക്കാളി ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തേട്ടാ. അങ്ങനെ ഇതും കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.